കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. കുളത്തൂപ്പുഴയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ 5 പേർക്ക് പരിക്കേറ്റു എന്ന വാർത്തയാണ് ഈ നിമിഷം പുറത്തു വരുന്നത്. കുളത്തൂപ്പുഴ കല്ലുവട്ടാങ്കുഴി പുത്തൻപുരയിൽ വീട്ടിൽ ഷെരീഫ്, ഭാര്യ അസീന, മക്കളായ 12 വയസ്സുള്ള മുഹമ്മദ് ഷാഹിൻ, 15 വയസ്സുള്ള മുഹമ്മദ് ഷഹീൻ, അസീനയുടെ മാതാവ് നജീമ എന്നിവർക്കാണ് പരിക്കേറ്റത്. കല്ലറ പാങ്ങോടുള്ള ബന്ധുവീട്ടിൽ പോയി മടങ്ങി വരവെ അരിപ്പ സ്കൂളിന് സമീപം വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന ജീപ്പിൽ കാട്ടുപോത്ത് വന്നിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ജീപ്പ് സമീപത്തെ മതിലിടിച്ച് നിൽക്കുകയായിരുന്നു. 8 മണിയോടെയായിരുന്നു സംഭവം. പരിക്കേറ്റ കുടുംബത്തെ കുളത്തൂപ്പുഴയിലെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. എങ്കിലും ഷെരീഫ്, അസീന, നജീമ എന്നിവർക്ക് കൈക്കും കാലിനും പരിക്കേറ്റിട്ടുണ്ട്. മക്കൾക്ക് നിസാരമായ പരിക്കാണ് എത്തിയിരിക്കുന്നത്. മലയോര ഹൈവേയിലാണ്, പ്രധാന പാതയായ മലയോര ഹൈവേയിലാണ് ഇന്ന് രാത്രി 8 മണിയോടെ ഈ സംഭവം ഉണ്ടായത്. പരിക്കേറ്റവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വനം വകുപ്പ് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവരുടെ ജീപ്പിൽ കാട്ടുപോത്ത് വന്ന് ഇടിക്കുന്നതിന്റെ അടക്കം CCTV ദൃശ്യങ്ങൾ നാട്ടുവാർത്തയ്ക്ക് ലഭ്യമായിട്ടുണ്ട്. തങ്ങൾ ജീപ്പ് ഓടിച്ചു വരവേ കാട്ടുപോത്ത് വന്ന് ജീപ്പിൽ ശക്തമായി ഇടിക്കുകയായിരുന്നു എന്ന് പരിക്കേറ്റ ഷെരീഫും ഭാര്യ നജീമ അടക്കം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വനം വകുപ്പ് സംഭവത്തിൽ പരിശോധന അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. വീട്ടിന്റെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഓടി വന്ന് ചീറി പാഞ്ഞിഞ്ഞ് കയറി നമ്മളെ ജീപ്പിൽ വന്ന് ഇടിച്ചത്. വണ്ടി ഇടിച്ച് ആ ഗ്ലാസ് വന്ന് ഇടിച്ച് ഗ്ലാസ് പൊട്ടി. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഡ്രൈവറിന്റെ ഇവിടെ നെഞ്ചത്ത് അതിന്റെ കൊമ്പ് കയറിയതായിരുന്നു. ചീറിപ്പാഞ്ഞ് വന്ന് ഇടിച്ചിട്ട് അത് ഒറ്റ പോക്കങ്ങ് പോയി. എപ്പോഴേ പാങ്ങോട്ട് പോയിട്ട് കുളത്തൂപ്പുഴയിലേക്ക് വരുമായിരുന്നു. പരിപ്പ് സ്കൂളിന്റെ തൊട്ടിപ്പുറത്ത് വെച്ച് പല സൈഡിൽ നിന്ന് പെട്ടെന്ന് തോന്നുന്നു ഇടിക്കുന്നതാണ് ഇത് വന്ന്. ഇപ്പോൾ അറിയുന്നത് കാട്ടുപോത്ത് വന്ന് ഡോറിലിടിച്ച് എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി നിയന്ത്രണം വിട്ടു. എങ്ങോട്ട് പിടിക്കുന്നതൊരു ഇതുമില്ലാതായിപ്പോയി. അങ്ങനെ അവിടുന്ന് ഒരു വീടിൻ്റെ മതിലിലേക്ക് ഞാൻ തട്ടി വണ്ടി ഇടിച്ചാൽ കയറി. പിന്നെ ഒരു 10-15 മിനിറ്റ് ആ കാട്ടുപോത്ത് അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം ഓടിക്കൂടി ഞങ്ങളെ കൊണ്ട് പിന്നെ മറത്തറ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടുന്ന് ഒരു മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. ഹോട്ടലുണ്ട്, മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. പിന്നെ എക്സ്റേ എടുത്ത് നോക്കാൻ വേണ്ടി വേറൊരു ഹോസ്പിറ്റലിലോട്ട് വന്നത്. വണ്ടിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? വണ്ടിയിൽ വൈഫ് ഉണ്ടായിരുന്നു, എൻ്റെ 2 മക്കളുണ്ടായിരുന്നു, പിന്നെ വൈഫിൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു. അവരുടെ പരിക്കുകൾ എങ്ങനെ? അവരുടെ പരിക്ക് അവർക്ക് കാലിന് അമ്മയ്ക്ക് കാലിലും ഉണ്ട്. വൈഫിന് ഇവിടെ തുടയിടിച്ച് അതൊരു ചതഞ്ഞിറങ്ങുന്നത്. പിന്നെ മോന് കാലിടിച്ച് വലിയ പരിക്കില്ല. പിന്നെ എനിക്ക് ഈ കാലിലാണ് പരിക്ക്. ഇപ്പോൾ പരിക്കേറ്റവർ കുളത്തൂപ്പുഴയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ കൈക്കടക്കം പൊട്ടലും ഒക്കെ ഉണ്ടെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എക്സ്റേ അടക്കം എടുത്ത് കൂടുതൽ പരിശോധനയ്ക്കായി ഇവരെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുമെന്നുള്ള വിവരവും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്.